ഹായ് ഹലോ, ഞങ്ങളാണെങ്കിൽ എൻ്റെ ഈ ഓച്ചിറ അമ്പലത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നാണെങ്കിൽ നമ്മൾ ഗുളുവും ചേട്ടനുമാണെങ്കിൽ മലയ്ക്ക് പോകാൻ തീരുമാനിച്ചേക്കുവാണ്. മാല ഇടാനായിട്ടാണ് നമ്മൾ ഈ ഓച്ചിറ അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും മാലയൊക്കെ ഇട്ടു. ഇനി 3-4 ദിവസത്തെ വ്രതമൊക്കെയാണ് രണ്ടുപേരും എടുത്തേക്കുന്നത്. മാല ഇട്ട ശേഷം ഞങ്ങൾ 2-4 അവിടെ തന്നെ ഉടയ്ക്കുകയാണ്. 3-4 ദിവസത്തെ വ്രതം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് കഞ്ഞി വസ്ത്രമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം പച്ചക്കറിയൊക്കെ രാത്രി തന്നെ അടുത്തുള്ള ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ വന്നിരുന്ന അരിഞ്ഞെല്ലാം വെച്ചിപ്പുണ്ടായിരുന്നു. രാവിലെ പിന്നെ കഞ്ഞിക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അച്ഛനും പാപ്പനും ചേട്ടനും മോളുമായിട്ടാണ് മലയ്ക്ക് പോകുന്നത്. അപ്പം വെള്ളം തിളച്ചപ്പോൾ മലയപ്പുറം ആയതുകൊണ്ട് മോളാണ് ആദ്യമേ 3 കൈ വാരിയിടുന്നത്. പിന്നെ കന്നിമല ആയതുകൊണ്ട് വീട്ടിലാണെങ്കിൽ വായനയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. വായന തുടങ്ങിയ ശേഷമാണ് നമ്മൾ ഈ കഞ്ഞി വസ്ത്രം അതിനൊക്കെ തീ കത്തിക്കുന്നത്. കഴിഞ്ഞതേണ്ട ഉച്ചയായപ്പോഴത്തേക്ക് നമ്മുടെ കഞ്ഞി വസ്ത്രമൊക്കെ റെഡിയായി നമ്മൾ ദൈവത്തിന് നേദിക്കാനായിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അടുത്തുള്ള കുട്ടികളും മോളും അടുത്തുള്ളവരെല്ലാം കഞ്ഞിയൊക്കെ കുടിക്കുകയും വാങ്ങിച്ചുകൊണ്ട് പോവുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാളികേരത്തിൻ്റെ അകത്ത് നെയ്യ് നിറയ്ക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ടല്ലോ, അതാണിത്. പതുക്കെ ഒഴിക്കണമല്ലോ. സ്വാമി ശരണം. തൊട്ട് ഒരു തിന്നീര് തൊഴി തട്ട്. ഇതുകൊണ്ട് ഇടത്ത് കൊണ്ട് ഒഴിക്കണം. ഹരിഹരസൂദനേ സ്വാമിയേ ഹരിഹരസൂദനേ ധർമ്മശാസ്താവേ ഹരിഹരസൂദനേ ശരണയ്യപ്പോ അംബാവാസനേ ശരണയ്യപ്പോ. അങ്ങനെ നെയ്നിറയ്ക്കൽ ചടങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ പോവാനായിട്ട് റെഡി ആവാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ ഗുളുവും ചേട്ടനൊക്കെ റെഡി ആയിട്ട് വന്ന് നിൽക്കുകയാണ്. ഗുളു അച്ഛനും കൂടെ ചെറുതായിട്ടൊന്ന് ഓട്ടക്കി, അതുകൊണ്ടാണ് അവിടെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. ഇതാണെങ്കിൽ മുതിർന്നവർക്ക് ദക്ഷിണ കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. പോകുന്നവരെല്ലാവരും, ഇത് ഞങ്ങളുടെ അച്ചാമ്മയാണ്, അച്ചാമ്മയ്ക്ക് എല്ലാവരും ദക്ഷിണ കൊടുക്കുന്ന ഇതൊക്കെയാണ് കാണുന്നത്. ഏറ്റവും ലാസ്റ്റ് മാത്രമേ അമ്മമാർക്ക് ദക്ഷിണ കൊടുക്കാവൂ എന്നും പറയുന്നത് ഞാൻ കേട്ടു. അമ്മ അങ്ങനെ
ചരങ്കുത്തിയാലേ സ്വാമിയേ ഹരിഹര സുതരേ ശാസ്താവേ ഭഗവാനേ സ്വാമിയേ ദർശനം നൽകി അനുഗ്രഹിക്കണേ പൊന്നു സ്വാമിയേ അഭിഷേക പ്രിയനേ അന്നദാന പ്രിയനേ അറിവില്ല പൈതങ്ങളെ ശാസ്താവേ അയ്യപ്പോ ഹരിഹര സുതനേ സ്വാമിയേ 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 അനുഗ്രഹിക്കണേ പൊന്നു സ്വാമിയേ സ്വാമിയേ ഭഗവാനേ ഹനുമാൻ സ്വാമിയേ ദക്ഷിണ അതി വെച്ചു കൊടുക്കുക. ശരണയ്യപ്പോ ഹരിഹര സുതനേ ശാസ്താവേ ശരണയ്യപ്പോ. മുന്നോട്ട് പോകുമ്പോ സ്വാമി പോയി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാതെ പോകണം കേട്ടോ. ശരണയ്യപ്പോ ധർമ്മശാസ്താവേ ശരണയ്യപ്പോ ഹരിഹര സുതനേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ ശരണയ്യപ്പോ ഹരിഹര സുതനേ ശരണയ്യപ്പോ സ്വാമിയേ
അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ ചെങ്കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ അയ്യപ്പ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ